ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് നമ്മുടെ കേരളം. പറഞ്ഞു തന്ന നന്നായിട്ടോ, ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാ. ഇതാണ് മജിഷ്യൻ സമ്രാട്ട് സാമ്പാർ. എന്തോട്ടെ, ആള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മുഴുവൻ കേൾക്കണേ. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് ആൾക്ക് പറയാനുള്ളത്. ആൾക്കതിന്റെ ആ ഒരു യോഗ്യത ഉള്ള ഒരാളാണെന്നൊന്നും നമുക്കിപ്പോൾ തന്നെ പറയേണ്ട ആവശ്യമില്ല. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം പറയാം. വല്ലാത്തൊരു മാജിഷ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. എന്തായാലും നമുക്ക് കേൾക്കാം, കേട്ടിട്ട് മറുപടി കൊടുക്കാം. സത്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും കളറിൻ്റെയും ഒന്നും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ വേടൻ എന്ന ഒരു കലാകാരൻ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറി എന്തെല്ലാം വിളിച്ചു പറയുന്നത്. മുഴുക്ക ജാതി മതം, പിന്നെ കളറ്. ഇതാര് ചോദിച്ചു? ആര് പറഞ്ഞു കളർ? ആര് പറഞ്ഞു ജാതി? ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ ആത്തു എന്നോടിഷ്ടം കൂടാ. അതാണ് എനിക്ക് തോന്നിയത്. ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജോർജ് സാമുവലേ, നിങ്ങൾക്കെതിരെ ജാതി പറഞ്ഞ ആരും വരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾക്കെതിരെ നിറം പറഞ്ഞും ആരും വരില്ല. നിങ്ങൾക്കത് സംഭവിച്ചിട്ടില്ല എന്ന് കരുതി ഇവിടെ മറ്റുള്ള ആളുകൾക്ക് സംഭവിക്കാതിരുന്നുകൂടാ എന്നുള്ളൊരു കാര്യമുണ്ടോ? സംഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന്, ഈ കാലഘട്ടത്തിലുള്ള ഒരു സാധനമാണ് ഇൻസ്റ്റഗ്രാം, അതിലേക്ക് ഒന്ന് കയറി ഒരു സ്റ്റോറിയോ ഒരു പോസ്റ്റോ ഒരു റീലോ ഇടുക. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ വരും, പെൺകുട്ടികൾ വരും, ആൺകുട്ടികൾ വരും. ഓക്കെ, കറുപ്പിന് നേരെ അത്ര അധികം അടിച്ചമർത്തുന്നുണ്ട്. അത് ഏത് സ്ഥലത്ത് പോയാലും അത് അങ്ങനെ തന്നെ, ഏത് രാജ്യത്ത് പോയാലും അത് തന്നെയാണ് അവസ്ഥ. അത് മനസ്സിലാക്കണം. പിന്നെ ജാതീയമായിട്ടുള്ള അധിക്ഷേപം. ഞാൻ കഴിഞ്ഞ മുന്നത്തെ ഒരു വീഡിയോയിൽ വേടനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ, ഒരു നായർ സ്ത്രീയാണ്, അവർ പറഞ്ഞ വാക്കാണ്, എല്ലാ നായന്മാരും ഈ ഒരു രീതിയിലാണെന്നല്ലട്ടാ ഞാൻ പറയുന്നത്. ആ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിന്നെ കണ്ടാൽ അറിയില്ലേ നീ പുലയനാ, നീ പുലയനായത് കൊണ്ട് നിന്നോടൊന്നും എനിക്ക് മിണ്ടാൻ കഴിയില്ല എന്നാ പറയുന്നത്. ആ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടായിരിക്കുമല്ലോ. വേടൻ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടും ഈ രാജ്യത്ത് പല സ്ഥലത്തും ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു ബാർബർ ഷോപ്പിൽ ഒരാൾ മുടിവെട്ടാൻ പോയി. ദളിതനാണെന്നാ പറയുന്നത്. ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ മുടിവെട്ടാൻ പോയി. അയാൾ മുടിവെട്ടി പുറത്തിറങ്ങിയപ്പോൾ ആ നാട്ടിലെ മുഴുവൻ ബാർബർ ഷോപ്പുകൾ അടച്ചിട്ടു. ദളിതനെ മുടിവെട്ടിയത് കൊണ്ടുണ്ടായതാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ വേടം പറയേണ്ടത് കേരളത്തിന്റെ മാത്രം കാര്യമാണ്. വേടം കുറെ കാര്യങ്ങൾ കേരളത്തിന്റെ കാര്യം തന്നെ പറഞ്ഞ അയ്യങ്കാളിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വേടം വന്നിട്ട് എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞ രീതിയിൽ താങ്കൾ പറയുന്നത് ശരിയല്ല. താങ്കൾക്ക് കുറച്ചെങ്കിലും ലോകവിവരമുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി. വേടനെ 4 വാക്ക് പറഞ്ഞാൽ അത് മോശമാണെങ്കിൽ ഏറിക്കേറിയ 4 ആൾ ശ്രദ്ധിക്കും. ഇത്ര തന്നെ. നിങ്ങൾക്ക് ഓൾറെഡി ആളുകൾ അറിയുന്ന ഒരാളാണല്ലോ, പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാൽ പോലും കൂട്ടത്തിൽ കിടക്കട്ടെ ഒരു പൂക്കുറ്റി എന്ന് പറഞ്ഞതുപോലെ. കൊള്ളാം. അടുത്തത്. ഇവിടെ എനിക്ക് എൻ്റെ ടീമിൽ ഒരു 35ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരെല്ലാം വ്യത്യസ്തമായ മത ആചാരങ്ങൾ പുലർത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണ്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊന്നും വേറൊരിവില്ല. വളരെ ചുരുക്കം ചിലവൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ എനിക്കറിയില്ല എവിടെയാന്നുള്ളത്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഉത്തമമായിട്ടുള്ള കാര്യം. വേടനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസിൽ ഒരുപാട് ആളുകൾ അവർക്കുണ്ടായ ആ ഒരു ദുരനുഭവത്തെ കുറിച്ച്, ജാതീയ അധിക്ഷേപം, നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ 34 ആളതിൽ എല്ലാ മതത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. നമ്മളുടെ ഇടയിൽ അതില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ നല്ല മനസ്സ് കാരണം അങ്ങനെ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാകാം. പിന്നെ ജാതീയമായ അധിക്ഷേപങ്ങൾ ഏൽക്കുന്നത് ഹൈന്ദവ മതത്തിലുള്ള ഇവരേറ്റവും താഴെ കിടക്കുന്ന ആളുകളാണെന്ന് ഇവർ പറയുന്ന ഈ ഒരു പാവപ്പെട്ട മനുഷ്യന്മാരാണ്. അവര് കർഷകരാണ്. അവര് പണിയെടുത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. എല്ലാ മതത്തിലുള്ള ആളുകളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. വേടൻ എല്ലാ പാട്ടിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ഇടവേളകളിൽ അദ്ദേഹം പറയുന്ന വാക്കുകളിലും കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതായത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒരു പാട്ട് കേട്ടാൽ തന്നെ കൃത്യമായിട്ട് അറിയാം. ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്.
ഇപ്പോ കുറെ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേടന്റെ കാമുകിയുടെ നിറം വെളുപ്പാണ്, ഇയാൾ കറുപ്പിനെ കുറിച്ച് പറയുന്നു, അയാളുടെ കാമുകിയുടെ നിറം വെളുപ്പ്. ഇത് എന്തുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാമുകിയാണ് ഇവൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ നിങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടക്കുന്നുണ്ട്. ഞാനത് ഇവിടെ കാണിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കാരണം വേടൻ പറഞ്ഞ ആ ഒരു സ്ത്രീ മൊണലോവ എന്ന് അദ്ദേഹം എഴുതിയൊരു കവിത ഉണ്ടല്ലോ, അത് ഈ പെൺകുട്ടിയെ കുറിച്ചിട്ടാണെന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? വേടൻ അവന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയ പാട്ട് എന്ന് പറയുമ്പോൾ വേടൻ ഒരു കവിയാണ്, അദ്ദേഹം അത്യാവശ്യം നല്ല വായനാശീലമുള്ള ഒരാളാണ്. അയാളുടെ മനസ്സിലുള്ള ആ ഒരു കാമുകി അതൊരു പെണ്ണാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്തുന്നത്? അദ്ദേഹം എഴുതിയ ഏതെങ്കിലും ഒരു പാട്ടിലെ വരിയാകാം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കാമുകി, അദ്ദേഹം ഈ വായിച്ച ഏതെങ്കിലും പുസ്തകമാകാം അദ്ദേഹത്തിന്റെ കാമുകി. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പലരും ചിന്തിക്കുന്നതാ, എനിക്ക് എന്തിനോടാണ് പ്രണയം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഇന്ന ആളെയാണ് ഞാൻ പ്രേമിക്കുന്നത്, ഇതാണ് എൻ്റെ കാമുകി എന്ന് വേടൻ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അവന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും വെച്ച് ഒരുപാട് ആളുകൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്, കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിച്ച് സംസാരിച്ചുകൊണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടാണ്. ഈ കറുപ്പിനോട് എല്ലാവർക്കും അത്ര വിദ്വേഷ. ഒരാളൊന്ന് വെയിലത്ത് ഇറങ്ങി ഒന്ന് തിരിച്ച് കയറുമ്പോൾ അപ്പോൾ പറയും, ഓ ആകെ കരിവാളിച്ചല്ലോ, വൈഫൈ എന്നിട്ട് വൈറ്റ് വാഷും മറ്റേ സാധനവും തേങ്ങയും മാങ്ങ ഒക്കെ വാരി തേക്കുന്നുണ്ട്, പുട്ടി അടിച്ചിട്ടാ പോവുക. അപ്പോൾ അത് ഇപ്പോഴും ഇവിടെയുണ്ട്. പിന്നെ രണ്ടാമത്തെ ജാതിയാണ്. താങ്കൾ പറഞ്ഞൊരു വാക്കാണ്, കേരളത്തിൽ അങ്ങനെ ഇല്ല, മറ്റുള്ളവർക്ക് കുറച്ചെങ്കിലും ഉണ്ടാകാമെന്ന്. കേരളത്തിലുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ആളെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ, ഏതെങ്കിലും വലിയ അമ്പലങ്ങളിൽ പൂജാരിയായിട്ട് നിയമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബാക്കിയുള്ള അമ്പൂരിമാരാന്ന് പറഞ്ഞവരൊക്കെ തിരിച്ചു പോകും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെ അമ്പലത്തിൽ പോകില്ല. ഇപ്പൊ ഏതോ ഒരു മനുഷ്യനെ പുറത്താക്കി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പേരും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല, അപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ്. കൊള്ളാം. സമാധാനമായിട്ട് ഈ ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ജാതിയുടെ പേരിലുള്ള തീപ്പൊരി ആളിക്കത്തിക്കാനുള്ള ശ്രമമാണോ ഇത്? സമാധാനമായിട്ട് തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്, ശരിയാ. അടിത്തട്ടിലേക്ക് ഇറങ്ങി നോക്കണം, അത് എത്രത്തോളം സമാധാനമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ അപ്പം മനസ്സിലാവും. ഓക്കെ, വേടൻ ഇവിടെ ആളിക്കത്തിക്കുന്നത് ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കാനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു നിയമമുണ്ട്, ഒരു പെണ്ണിനും ആണിനും ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാം. ക്രിസ്ത്യൻ മാട്രിമണി ക്രിസ്ത്യൻസിന് മാത്രമുള്ളതാണ്, അതൊരു റിലീജിയസിന്റെ കാര്യമാണ്. ക്രിസ്ത്യൻസിന് മാത്രം കെട്ടാം. മുസ്ലിം മാട്രിമണി മുസ്ലിംസിന് മുസ്ലിങ്ങളെ മാത്രം കല്യാണം കഴിക്കാം. അതേപോലെ തന്നെ ജാതീയപരമായി നോക്കുകയാണെങ്കിൽ ഇഴവന്മാർക്കുണ്ട്, നായന്മാർക്കുണ്ട്, അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് ഓരോ മാട്രിമോണീസ്. എന്തിനാണെന്ന് അങ്ങനെ ഒരു മാട്രിമോണിയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഏതാ ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിക്കുക, നടക്കുവോ? അവര് പറയും, നീ പൊലയനാണെന്നും പറയാനാണും എന്നും പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തില്ലേ? അപ്പോ അവിടെ ജാതീയമായ നിക്ഷേപല്ലേ? ഒരാണും പെണ്ണും പ്രേമിക്കുന്നു, അതില് ഒരാളുടെ ജാതി ഇതും ഒരാളുടെ ജാതി അതുമാണെന്ന് കൂട്ടുക, ജാതി പറയുന്നില്ല. ഈ രണ്ട് ജാതിയിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പ്രശ്നം? അതായത് നീ താഴെ ജാതി, ഞാൻ മുകളിലത്തെ ജാതി, നിനക്ക് കെട്ടിച്ചേരാൻ പറ്റില്ല എന്ന്. അപ്പോ ജാതിയുമായി പ്രശ്നം ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഉദാഹരണം പെട്ടെന്ന് കണക്റ്റ് ആവും, അതുകൊണ്ടാണ് വിവാഹവും പ്രണയവും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമാധാനമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരാള് ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു നോക്കട്ടെ, ആ പ്രേമിച്ച് കഴിഞ്ഞ് വിവാഹത്തോട് അടുക്കട്ടെ, അപ്പോ നിങ്ങൾ പറയുന്ന ഈ ഒരു വാക്കുണ്ടല്ലോ, അതിന് വിലയുണ്ടാവില്ല. സമാധാനമൊക്കെ ഉണ്ട്, ആ സമാധാനം കാര്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടയാകില്ല. അത് മനസ്സിലാക്കുക. വേടനല്ല ഇവിടെ ജാതി കത്തിക്കുന്നത്. ജാതി കത്തിച്ചുണ്ടാക്കുന്നത് അത് അയാൾ പറഞ്ഞ ആ വാക്കുകളിലുണ്ട്. അവര് കലാഭവൻ മണിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം സ്റ്റേജിൽ കയറി ഇന്നുവരെ ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല. അന്തരിച്ചിട്ട് ഇത്രയും കാലമായെങ്കിൽ പോലും അദ്ദേഹത്തിനെ എന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കലാവൈഭവത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു കലാകാരൻ. അവിടെ ഒരു കലാകാരൻ, കലാഭവൻ മണി അടിപൊളി കലാകാരനാണ്. ആരാണ് അല്ല എന്ന് പറയുന്നത്? വേടൻ എപ്പോഴും മൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കലാഭവൻ മണിയുടെ പാട്ടുകളാണ് പാടാറ്. അതെന്തുകൊണ്ടാണ്? കലാഭവൻ മണി എന്ന് പറയുന്ന മഹാനായ ആ ഒരു കലാകാരന്റെ ആ വരികളിൽ തുടങ്ങാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് വേടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും പല റാപ്പ് സിംഗേഴ്സും എല്ലാവരും പറയുന്നുണ്ട്, ഇത്ര നന്നായിട്ട് ഈ സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ കഴിയുള്ളൂ. പക്ഷേ കലാഭവൻ മണി ഒരു നാടൻ പാട്ടുകാരനും അതിമനോഹരമായി പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ വേടൻ ഒരു റാപ്പറാണ്.
അത് മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമാണ്. കലാഭവൻ മണി പറയുന്നതും പാടുന്നതും ഒക്കെ അദ്ദേഹം ഒരു നാടൻ രീതിയിലുള്ള സംസാരവും നാടൻ പാട്ടുകളാണ്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് ആള്. അതായത് മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് പോലത്തെയാണ് കലാഭവൻ മണിയുടെ പാട്ടുകൾ. അദ്ദേഹം രാഷ്ട്രീയം പറയാറില്ല, കാരണം അദ്ദേഹത്തിന്റെ സ്റ്റൈൽ അതാണ്. പക്ഷെ വേടന്റെ സ്റ്റൈൽ തന്നെ നിങ്ങൾ പ്രത്യേകം ഒന്ന് എടുത്തു നോക്കണം. എന്താണ് സ്റ്റൈല്? പാട്ടിന്റെ ഇടവേളകളിൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പലപ്പോഴും നമ്മൾ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള രാഷ്ട്രീയമാണ്. അദ്ദേഹം പിടിക്കപ്പെട്ടത് ഒരു കഞ്ചാവ് കേസിലാണല്ലോ അല്ലേ? പക്ഷേ അദ്ദേഹം ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല എല്ലാവരും കഞ്ചാവ് വലിക്കണമെന്ന്. ആരും വലിക്കരുത്, കുടിക്കരുത് എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതും വ്യത്യസ്തമാണ്, അതും കൂടി മനസ്സിലാക്കണം. വേടൻ പറയുന്ന രാഷ്ട്രീയം കലാഭവൻ മണി പറഞ്ഞിട്ടില്ല. കലാഭവൻ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകല കലാവല്ലഭന, പാട്ട്, നൃത്തം, അങ്ങനെ എല്ലാ കാര്യത്തിലും, അഭിനയം, എല്ലാത്തിലും തിളങ്ങി നിൽക്കുന്ന മനുഷ്യനാണ്. വേടനുമായിട്ട് കമ്പയർ ചെയ്തല്ലോ നിങ്ങൾ, അത് തന്നെ വിഡ്ഢിത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കലാഭവൻ മണി വേറെ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇയാള് വേറൊരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യക്കുറവ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാളെ ഇപ്പൊ ചൊറിഞ്ഞാൽ നമുക്ക് കുറച്ച് മാന്ത് കിട്ടും, ഏറി പോകാം, വേറെന്ത്. അതുപോലെ ഈ വേടൻ്റെ വേറൊരു പ്രശ്നം ഞാൻ കാണുന്നത്, സ്റ്റേജ് ക്രിസ് അസഭ്യങ്ങൾ പറയുക. സഭ്യമായ ഭാഷ പറഞ്ഞുകൂടെ? ഞാനതിനൊരു ശീലിട്ട് തരാം, ഒന്ന് കേട്ട് നോക്കുക. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല. പിന്നെ ഈ ഒരു വാക്ക്, ആ മയിര് എന്ന വാക്കാണ് ആള് അസഭ്യമായി പറയുന്നത്. ഈ ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ ഓൾറെഡി തന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലയാള സിനിമകളിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ബീപ്പ് എന്ന സൗണ്ട് അടിച്ചിരുന്നു, അല്ലെങ്കിൽ നേരിട്ടിട്ട് ആ വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് മലയാള സിനിമയിൽ ആ വാക്കുകൾ ബീപ്പ് ചെയ്യാതെ കേൾക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സെൻസർ ബോർഡ് ആ വാക്കിനെ അംഗീകരിക്കുകയാണ്. തെറിയായിട്ടല്ല, അതിനെ തെറിയായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പൊതു ഇടങ്ങളിൽ പറയുന്നത് തെറിയായിട്ട് പരിഗണിക്കപ്പെടില്ല. മുടി, അത്ര മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് വേടനെതിരെ എന്തുകൊണ്ടെന്ന് കേസ് കൊടുത്തില്ല? എന്തുകൊണ്ട് കേസായില്ല? കേസ് വരില്ല. കാരണം അത് കൃത്യമായിട്ട് ഇവിടെയുള്ള സെൻസർ ബോർഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സെൻസർ ചെയ്യേണ്ട ഒരു വാക്കല്ല അത് എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെ കുറിച്ചിട്ടൊക്കെ താങ്കളൊന്ന് പറയണം കേട്ടോ അടുത്ത വീഡിയോ വരുമ്പോൾ. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, അറിയാത്തൊരു കാര്യം നമ്മൾ അറിയാണ്ട് പറയുമ്പോൾ അത് അറിയുന്നവർ തിരുത്തി കൊടുക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞെന്നാ. വേടൻ എന്ന എൻ്റെ ഈ കൊച്ചനിയൻ അല്ല, എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പ്രായമേ ഉള്ളൂ നിങ്ങൾക്ക്. മോനെ, നിങ്ങൾ അനുഗ്രഹീത ഒരു കലാകാരനാണ്. കലാകാരനല്ലെന്ന് പറയുന്നില്ല, നല്ല എഴുത്താണ് അല്ലേ? നല്ലൊരു പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താണ് നിങ്ങളുടെ കുറവ്? പക്ഷേ അത് നല്ല രീതിയിലായിരിക്കണമെന്ന് മാത്രം. അയാൾ ഇപ്പോൾ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, നല്ല രീതിയിലൊന്നല്ല ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ജാതിയും മതവും വെടിഞ്ഞ് ആളുകൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊന്നും ആൾക്ക് കാണാൻ താല്പര്യമില്ല. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകളിൽ വിഭിന്ന മതത്തിലുള്ള, വിഭിന്ന ജാതിയിലുള്ള ആളുകൾ വരുന്നുണ്ടാവും. അത് പറഞ്ഞതിൽ ശ്രമിക്കണം. എന്നാലും അങ്ങനെയുള്ള ആളുകൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെന്താ ചിന്തിക്കുന്നറിയോ? പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു അല്ലേ, അതിനൊക്കെ നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ? നമ്മൾ സ്നേഹം കൊണ്ട് അങ്ങ് വീറും പൊട്ടിക്കണ്ടേ അന്യോന്യം എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തു സംഭവിക്കും? വേടൻ പറയുന്നത് ഇവിടെ ജാതീയമായിട്ടുള്ള വർണ്ണ വിവേചനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിവേചനങ്ങളെ എന്തു ചെയ്യണം? നമുക്ക് എതിർക്കണം, നമുക്ക് എല്ലാവരും ചേർത്ത് പിടിക്കണം. ഇവിടെയുള്ള ന്യൂ ജനറേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. തന്തപിടീസ്, നമ്മളൊക്കെ തന്ത വൈബ് എന്നൊക്കെ പറയുന്നില്ല പല ആളുകളും, അമ്മാവൻസ്. ആ അമ്മാവന്മാർ പോലും വേടന്റെ ആരായി മാറുന്നുണ്ട്, ആരാധകരായി മാറുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് വേടൻ വന്നിട്ടുള്ളത്. ഈ പുതിയ തലമുറയിൽ എന്തുണ്ടാവണം? ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, നടന്നിരുന്നു, നമ്മുടെ സ്വാതന്ത്ര്യം ആരൊക്കെയാണ് നേടിത്തന്നത്, ഇതൊക്കെ ഇവിടെയുള്ള ജനറേഷൻ മനസ്സിലാക്കണതിനാ, മനസ്സിലാക്കി കൊടുക്കുന്നതിനാ. ഇനി അങ്ങോട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ സ്കൂളുകളിൽ നമുക്ക് എന്തിനാണ് ഓരോ വിപ്ലവങ്ങളെ കുറിച്ചിട്ടും ചൈന അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പഠനം കൂടിയാണ് നമുക്ക് സ്കൂളുകളിൽ നിന്ന് തരുന്നത്. വേടൻ എന്താ പറയുന്നത്? വേടൻ കുറച്ച് ചരിത്രം പറയുന്നുണ്ട്, വരികളിലൂടെ, തീക്ഷ്ണമായ വരികളിലൂടെ കുറച്ച് രാഷ്ട്രീയവും പറയുന്നുണ്ട്. എല്ലാ പാട്ടുകളിലും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പറയുന്ന വാക്കുകൾ അത് തറയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് ഇവിടെ കൈയടിക്കുന്നത് എന്തിനാണെന്നറിയോ? അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. നാളെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ അതിനെ എതിർക്കും.
ഈ ന്യൂ ജനറേഷൻ പറഞ്ഞ പിള്ളേര് നാളെയുടെ ഭാവിയുടെ മക്കളാ. അവരിത് മനസ്സിലാക്കും. ഇതിനാണ് വേടൻ അത് ഉറക്കെ വിളിച്ച് പറയുന്നത്. അതിന് ഇദ്ദേഹത്തിന് അത് എങ്ങനെ കത്തിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. കൃത്യമായി അമ്മാവൻ വൈബ് പാരില്ല കിടക്കണമെന്ന് മനസ്സിലായില്ലേ? അത് 90s അതുക്കും അപ്പുറത്ത്. നിങ്ങളുടെ പ്രതിഫലം നോക്കിയാൽ സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, കഴിവുള്ള എത്രയോ കലാകാരന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ സൗഭാഗ്യം ദൈവം തന്നിട്ടില്ലേ? അതോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. അതോർത്തിട്ട് അയാൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് ആസ്വദിക്കുന്നുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. ശനി ഞായറും ഫുൾ ഫ്രീയാ, കളിക്കാനുള്ള സമയമാണ്. അങ്ങനെ സന്തോഷിച്ച് വരുന്ന സമയത്ത് വേടൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ശനി ഞായറും വാർക്കപ്പണിക്ക് പോകണം, പെയിന്റിങ്ങിന് പോകണം എന്ന് ആലോചിച്ചിട്ടാ. കാരണം വീട്ടിൽ പട്ടിണിയാ. ആ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവധി ദിവസം പോലും അയാൾ വെറുതെ ഇരുന്നിട്ടില്ല. അയാൾ ജോലിക്ക് പോയിട്ടുണ്ട്, പണിയെടുത്ത് ജീവിച്ച മനുഷ്യനാ. 2020 അദ്ദേഹത്തിന്റെ കുറച്ച് ഇന്റർവ്യൂസ് വന്നിരുന്നു. വോയിസ്ലെസ് എന്ന ആ ഒരു ആൽബം ഹിറ്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് വന്നു. ആ ഇന്റർവ്യൂസിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പച്ചയായ മനുഷ്യനാ, അയാൾ അത്ര കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാ. ആ ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ പറയുന്നത് കുറെ പൈസ വന്നപ്പോൾ അഹങ്കരിക്കരുത് എന്നുള്ളത്. അഹങ്കരിക്കുക തന്നെ വേണം. കാരണം നമ്മളെ ചവിട്ടി താഴ്ത്തി ഒരുപാട് ആളുണ്ട്. വേട വേട എന്ന് കളിയാക്കിയ ആളുകളുണ്ട്. ഇപ്പൊ തമ്പുരാൻ എന്ന പോലെയാണ് വേടൻ എന്ന് പറഞ്ഞ, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ അയാള് ആ അടിച്ചമർത്തപ്പെടുന്ന സമയത്തും അയാൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർത്തുകൊണ്ട് ആ നാട്ടിലുള്ള കോളനിയിലുള്ള ആളുകളെ സഹായിക്കാൻ പോയിരുന്നു എന്നുള്ളതാ. അവിടെയും ആളെ ചവിട്ടിത്താഴ്ത്തിയിരുന്നു ആളുകൾ. അതൊക്കെ അയാൾ ഇന്റർവ്യൂ കേട്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ വന്നൊരു മനുഷ്യൻ അയാൾ അഹങ്കരിക്കട്ടെടോ, അയാൾ അഹങ്കരിക്കട്ടെ. കഴിവുള്ള ആളുകൾ രക്ഷപ്പെടും, കുറച്ച് ആൾ രക്ഷപ്പെടില്ല. എല്ലാവരും രക്ഷപ്പെടണം എന്ന് യാതൊരു നിർബന്ധമില്ല. രക്ഷപ്പെട്ടവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കട്ടെ. അവർ കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് അതൊരു പ്രചോദനമായിട്ട് മുന്നോട്ട് വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഞാൻ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ആൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കഴിവുള്ളവരുണ്ട്, അവരെവിടെ എത്തുന്നില്ല. അഹങ്കരിക്കല്ലേ എന്നുള്ളത്. നമുക്ക് കുറെ പൈസ കിട്ടി നമ്മൾ അഹങ്കരിക്കും. നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്ന് കൊട്ടിഘോഷിക്കുന്നില്ല എന്നുള്ളതാ, അത് വേറെ കാര്യം. കുറെ ആളുകൾ വീഡിയോ കമന്റ് ഇടുന്നുണ്ട്, കുറെ ഉണ്ടാക്കിയാൽ അതൊക്കെ എവിടുക്കാന്നുള്ളത്. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗം അത് ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എല്ലായിടത്തും പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അവിടെ പറഞ്ഞു പോയതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റേജിൽ കയറിയാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലൊരു കലാകാരനാകാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ആളുകളെ കൺകെട്ടും കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ഡയലോഗ് അടിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അയാളെ ആളുകൾക്ക് ഇഷ്ടമാണ്. അയാൾ സ്റ്റേജിൽ കയറിയ അത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു കിളിമാനൂരിലൊരു പ്രശ്നം നടന്ന കണ്ടില്ലേ? അവിടെ വേടനെ കാണാൻ വന്ന ആളുകളാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെയുള്ള സംഘാടകർ അവിടെ ഒരു മരണം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് വേടൻ ഇന്ന് വരില്ല, അങ്ങനെ ഒരു പ്രോഗ്രാമിൽ അയാൾക്ക് പാടാൻ കഴിയില്ല, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നെഞ്ചത്ത് കയറി ചാടുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാൻ മറന്നുപോയ അവതാരകരെ കൊണ്ട് വേടൻ്റെ ചീത്തപ്പേരുണ്ടായി എന്നുള്ളതാണ്. അതല്ലാതെ അത് കഴിച്ച് അദ്ദേഹം സ്റ്റേജുകളിൽ വന്ന് ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. സ്റ്റേജുകളിൽ അയാൾ പാടുന്ന പാട്ടുകൾ ആസ്വദിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഉണ്ട്. ഒരുപാട് കമന്റ് ബോക്സിൽ കിടക്കുന്ന കമന്റുകളിൽ കിടക്കുന്ന വേടനെ എനിക്കറിയില്ല, ഇപ്പോഴാണ് മോനെ എനിക്ക് വേടനെ കുറിച്ച് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഇടതഞ്ചിലാണ് ഇപ്പോൾ വേടൻ എന്നാ പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾ പറയുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വേടൻ ഒരു പാട്ടും പാടിയിട്ടില്ല. ഇദ്ദേഹം വേടനെ കുറിച്ചിട്ട് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നതെന്ന് കേൾക്കുമ്പോഴാണ് വിരോധാഭാസം. അതുപോലെ സ്റ്റേജിൽ കയറിയാൽ നിങ്ങൾ പറയും എന്നെ അനുകരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. ഓർക്കേണ്ടത്, നിങ്ങളുടെ സഭ്യമല്ലാത്ത വാക്കുകൾ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നില്ലേ എന്ന് എനിക്ക് സംശയം. താങ്കൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറുക, അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട പോസ്റ്റുകൾ കിടക്കുന്ന ഇൻസ്റ്റാഗ്രാമിലൊന്ന് കയറുക. വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ കിടക്കുന്നുണ്ട്. അതായത് സ്മൈലീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും ഓരോ AI ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത്ര വൃത്തികെട്ട സാധനങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ പലയിടങ്ങളിലും കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് താങ്കൾ നോക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മയിർ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആൾ ആരെയും വൃത്തികേട്ടിലേക്ക് നയിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അയാളുടെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസും ഞാൻ കണ്ടൊരു മനുഷ്യനാണ്. അതുകൊണ്ട് പറയാ, അയാൾ ആകെ ഉപയോഗിക്കുന്ന ആ വാക്ക് മാത്രം, അതിനപ്പുറത്തേക്ക് വേറെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതൊരു തെറിയല്ല എന്ന ഒരു ബോധം അത് നിങ്ങൾക്കാണ് വേണ്ടത്, അത് വേടനല്ല വേണ്ടത് എന്നുള്ളതാണ്. ഈ ന്യൂ ജനറേഷനിലുള്ള ആളുകൾ നശിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി വിപണിയിൽ കിടക്കുന്നുണ്ട്. ഒരു വേടൻ കാരണമാണ് ഇവർ നാശാവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ വെട്ടിത്തരാണ്. വേടനെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കഞ്ചാവ് കേസ്, അതുപോലെ പുലിപ്പല്ലിൻ്റെ കേസ്, ഇതെല്ലാം ആവിയായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവിയായിട്ട് പോയിട്ടൊന്നുമില്ല. പുലിപ്പല്ല് കേസും അന്വേഷണം നടക്കുന്നുണ്ട്, ഈ കഞ്ചാവ് കേസും അന്വേഷണം നടക്കുന്നുണ്ട്, ആൾക്കത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന കാര്യങ്ങളും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതൊക്കെ ആരും അഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത്? പക്ഷേ തമ്പുരാനെ തൊടാൻ പേടിയുള്ള ഒരു സർക്കാരുണ്ട് ഇവിടെ. അവരിതൊന്ന് കണ്ണടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊന്നും അവസാനിക്കില്ല. നിങ്ങൾ കണ്ടോ, ഇതിൻ്റെയൊക്കെ അന്വേഷണം തുടർ പരമ്പരയായിട്ട് നടക്കും, അത്ര തന്നെ. ഇവിടെയിപ്പം 6 ഗ്രാം വരെ വെക്കാൻ പറ്റും. ഇറ്റ്സ് എ റോങ് മെസ്സേജാണ്. കാരണം ബാക്കി എല്ലാവരും ചിന്തിക്കുന്ന 4 ഗ്രാം വെച്ചാൽ പോരെ, ആർക്കും പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് റോങ് മെസ്സേജാണ്. 1 ഗ്രാമാണ് പിന്നെ കുറ്റകരമാണ്. അല്ല, ഇതെല്ലാം എല്ലാവർക്കും വിട്ടുകൊടുക്കുക. മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന, കാനഡയിലൊക്കെ ചെയ്യുന്ന പോലെ ലീഗലൈസ് ചെയ്യുക. ഒരു സ്ഥലത്ത് ഇത് ബാൻ ചെയ്യുമെന്ന് പറയുന്നത്, ഉപയോഗിക്കാൻ പാടില്ല, നിഷിദ്ധമാണെന്ന് പറയുന്നു. എന്നാൽ 6 ഗ്രാം വരെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും, കൈ കൊണ്ട് നടക്കാൻ പറ്റും, ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങിപ്പോകാം എന്നൊക്കെ പറയുന്നു. ഇറ്റ്സ് എ റോങ് മെസ്സേജ്. ഈ വീഡിയോയിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരൊറ്റ സാധനം ഇതാണ്. ഈ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഈ കഞ്ചാവ് കുഞ്ചാവ് പറഞ്ഞ സാധനം 1 ഗ്രാം ആണെങ്കിൽ പോലും പിടിച്ച് അകത്തിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതിനൊരു തർക്കവും വേണ്ട. കൃത്യമായിട്ട് ഈ ഒരു നിയമത്തിന് ഭേദഗതി വരുത്തുക തന്നെ വേണം. ഇതിപ്പോൾ സർക്കാരിന് കിട്ടുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിഴ അടച്ചൊരു പോകുമ്പോൾ ഖജനാവിലേക്ക് ആ പിഴ പൈസ വരും. ആ പിഴ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും മാറ്റം വരുത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. കഞ്ചാവ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ ഒരു രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അതിനൊരു മാറ്റം വരാനല്ല സാധ്യത, മൊത്തത്തിൽ അത് എല്ലാവരിലും അങ്ങനെ ആക്കിക്കോളൂ എന്ന് വരാനാണ് സാധ്യത കിടക്കുന്നത്. ഓക്കെ, ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, പിന്നെ മറ്റൊന്ന് പുലിപ്പല്ല്. അതായിരുന്നു വേറൊരു പ്രശ്നം. ഇപ്പം അതന്വേഷിച്ച ആൾക്കാരെ സ്ഥലം മാറ്റുന്നു, ആകെ ബഹളം. മനസ്സിലായി? ഇപ്പം പുലിപ്പല്ലില്ല, അത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ജയറാമിൻ്റെ കഴുത്തേ കിടന്നത് പ്ലാസ്റ്റിക്കാണ്, പുലിപ്പല്ലല്ല. അതുപോലെ സുരേഷ് ഗോപിയുടെ കഴുത്തേ കിടന്നത് അതും പ്ലാസ്റ്റിക് ആയിരിക്കാം, പുലിപ്പല്ലല്ല. വീണ്ടും രണ്ടാമത്തെ സ്കോർ ചെയ്തിരിക്കുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. സുരേഷ് ഗോപിനെ അന്ന് ആരോ ഒരു കേസും കൊടുത്തു, ഒന്ന് ന്യൂസ് ചാനലും വന്നു, പിറ്റേ ദിവസം ആ കഴുത്തിൽ ആ മാല പോലും കാണാനില്ല. പിന്നെ ജയറാമിനെ കണ്ടിട്ട് ജയറാം ഇതൊന്നും അറിഞ്ഞില്ല, തമിഴ്നാട്ടിൽ എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ച് നടക്കുകയാണ്. നീതി എല്ലാവർക്കും ഒന്ന് തന്നെ ആയിരിക്കണം, അല്ലാതെ ഇന്നാൾക്ക് വേറെ ഇന്നാൾക്ക് വേറെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒടുവിലെന്താ, വേടൻ്റെ മേൽ ചുമർത്തിയിരിക്കുന്ന എല്ലാ കേസുകളും വാനിഷ്, മാജിക്കിലൂടെ അപ്രത്യക്ഷമായി. ഒടുവിലിപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? വേടൻ പുണ്യാളൻ. വേടന്റെ മേലിലുള്ള ഒരു കേസും പോയിട്ടില്ല. കേസൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. FIR ഇട്ടൊരു കേസ് ഇവർക്ക് കോടതിയിൽ കാണിക്കാതെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ എത്തുക തന്നെ ചെയ്യും. പിന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയ ആ ഒരു കേസ് അവിടെ നിൽക്കും. പുലിപ്പല്ലി കേസ് എന്തായാലും കോടതിയിൽ വരിക തന്നെ വേണ്ടി വരും. എഴുതിക്കളയാൻ കഴിയില്ല. ഒരു FIR ഇട്ട ഒരു പേജ് എന്ന് പറയുമ്പോൾ അതവിടെ കൃത്യമായി നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ആ പേജ് അങ്ങനെ കീറിക്കളയാനും കഴിയില്ല. അത് ഇനിയിപ്പോൾ ഫോറസ്റ്റ് ഓഫീസറുടെ ഡയറിയിൽ അത് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഉത്തരവാദിത്തം പറയുക തന്നെ വേണം. ഈ ഗവൺമെന്റ് പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാതല്ല. ഓക്കെ, വേടൻ പുണ്യാളനായോ ആയില്ലയോ എന്നുള്ളതൊക്കെ ഇവിടെയുള്ള സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ചെയ്ത ആ ഒരു തെറ്റ് അത് വലിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് തെറ്റ് പറ്റി, ഞാനതിൽ തിരുത്തും എന്ന് പറയുന്നതോടുകൂടി അതിൻ്റെ 50% തീർന്നു. ഇനി അദ്ദേഹം ഇങ്ങനെ ഒരു കേസിൽ പെടുകയാണെങ്കിൽ അപ്പോഴാണ് അയാൾ പറയുന്ന ആ ഒരു കാര്യത്തിന് അദ്ദേഹം നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുള്ളൂ. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. എന്തായാലും സാമ്രാട്ടെ ജോർജ് സാമുവൽ ചേട്ടായി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതിക്കൊണ്ട്, നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്, മണ്ടത്തരാണ്. വേടൻ പുണ്യാളനുമല്ല, വേടൻ മോശക്കാരനുമല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ദീപ് സൈനിങ് ഓഫ്.